ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൈലാസ് വ്ലോഗ്സ്. നമ്മളെല്ലാവരും നമ്മുടെ ഈ നേന്ത്രക്കായം കൊണ്ടുള്ള ചിപ്സ് അല്ലേ കഴിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പഴുത്ത പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇത് ഞാൻ കുന്നംകായാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴം കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ കുറുക്കൊക്കെ ആക്കി കൊടുക്കാറുണ്ട് അല്ലേ. അത് തൊലി കളഞ്ഞ് നല്ലപോലെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുക്കുക, കഴുകി എടുക്കുക. ഈ മഞ്ഞളിലിട്ട് കഴുകണം എന്താ വെച്ചാൽ അതിൽ കറക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞളിലിട്ട് നല്ലപോലെ കഴുകി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് അതിനെ വെറ്റൊക്കെ മാറ്റിയെടുക്കുക. അതെന്താ വെച്ചാൽ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാതിരിക്കുകയാണ്. എന്നിട്ട് നല്ല ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ എണ്ണ നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ ഗ്രേറ്റർ ഇല്ലേ, ഗ്രേറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ആ എണ്ണയ്ക്ക് വീണിട്ട് അതിങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. സാധാ നമ്മൾ ഈ ചിപ്സ് പുറത്തുനിന്ന് വാങ്ങിക്കില്ലേ, നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിപ്സിൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ നേന്ത്രക്കായം കൊണ്ടുള്ള ചിപ്സിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ഇതിന് കൂടുതൽ ഉണ്ടാവും കേട്ടോ. ചെറിയ പഴം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് നല്ല നൈസാക്കി ഇടുക. അപ്പോൾ അങ്ങനെ നല്ല പോലെ ഇങ്ങനെ വറുത്ത് വരുമല്ലോ. അതിങ്ങനെ വറന്ന് വരുമ്പോൾ ഇങ്ങനെ കിരികിരി ഒരു സൗണ്ട് വരും. അപ്പോൾ കിരികിരി സൗണ്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുക. ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മഞ്ഞൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും കറക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി. പക്ഷേ നമ്മൾ നേന്ത്രക്കായയിൽ മഞ്ഞൾ പിടിക്കണ പോലെ ഇതിൽ പിടിക്കില്ല. ഇത് വെള്ള കളറായിട്ട് തന്നെ നിൽക്കും കേട്ടോ. മഞ്ഞളിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാകും, പക്ഷേ അത്രയ്ക്കാണ് പിടിക്കില്ല. അങ്ങനെ കിളികിലി സൗണ്ട് കേൾക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അത് വീണ്ടും ഇങ്ങനെ വെട്ടിത്തെളിക്കുക. നല്ലപോലെ ക്രിസ്പി ആകുമ്പോൾ നമുക്കത് വറുത്ത് കോരി നല്ലപോലെ കഴിക്കുക. ഒരു സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ബേക്കറിയിലൊന്നും നീ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ചെറിയ പഴം ഉണ്ടെങ്കിൽ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാച്ചിങ് മൈ വീഡിയോ. ബൈ.